സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത. അടിയന്തര യോഗം വിളിച്ച് റവന്യൂ മന്ത്രി. അവധികളെല്ലാം റദ്ദാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. 24 മണിക്കൂറിനിടെ പെയ്തത് ഈ സീസണിലെ ഏറ്റവും കൂടിയ മഴ. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തന്നെയാണ് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്? ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ കണക്ക് വരുമ്പോൾ വിവിധ ജില്ലയിലെ സാഹചര്യം അനുസരിച്ച് അത്തരം നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു ഉത്തരവാണ്, അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശമാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഉണ്ടായത്. അതിനനുസരിച്ച് വിവിധ ജില്ലകളിൽ ഇപ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. പത്തനംതിട്ടയിലും സമാനമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. തിരുവനന്തപുരത്തും അവശ്യ സർവീസുകൾ ഒഴിച്ച് ഉള്ള യാത്രകൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് എവിടെയും റെഡ് അലർട്ട് ഇല്ല, നാളെയും റെഡ് അലർട്ട് ഇല്ല. പക്ഷേ ഓറഞ്ച് അലർട്ടുകൾ മാത്രമാണുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരു റെഡ് അലർട്ട് സാഹചര്യമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 9 ജില്ലകളിൽ NDRF-നെ വിന്യസിച്ചിട്ടുണ്ട്. അവരോട് അതുപോലെ തന്നെ മറ്റ് സേനകൾക്കും തയ്യാറായിരിക്കാൻ, ഒരു അടിയന്തര സാഹചര്യമൊക്കെ നേരിടാൻ തയ്യാറായിരിക്കാനുള്ള ഒരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മഴ പെയ്യാനുള്ള സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. നാളെയും മറ്റന്നാളുമൊക്കെയായി വലിയ രീതിയിലുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള കാറ്റടിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. കേരള തീരമാകെ കടൽക്ഷോഭത്തിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് റവന്യൂ ഉദ്യോഗസ്ഥരോടക്കം ഇനിയുള്ള 3 ദിവസം അവധികളൊന്നും എടുക്കരുത്. അവധി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും അവരുടെ അധികാര പരിധിയിൽ വരുന്ന മേഖലകളിൽ തന്നെ ഉണ്ടായിരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രശ്നബാധിത മേഖലകളിലേക്ക് ഉറപ്പായും ഉദ്യോഗസ്ഥർ എത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ തയ്യാറെടുപ്പ് സംസ്ഥാനത്തുണ്ട്. വലിയ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് എല്ലാവർക്കും നിർദ്ദേശമുണ്ട്. പൊതുജനങ്ങൾ അനാവശ്യമായി വെള്ളക്കെട്ടുകളുള്ള മേഖലകളിലും നദീതീരങ്ങളിലും ജലാശയങ്ങളിലും ഒന്നും ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. മഴ എന്തായാലും കനക്കുന്നു. 8 ജില്ലകളിൽ, അതായത് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും തീവ്ര മഴയ്ക്കുള്ള ഒരു അലർട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പറയാം. കാരണം 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ട് നിൽക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ മഴയുടെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കും നാളത്തെ ദിവസത്തെ മുന്നൊരുക്കങ്ങളും എല്ലാം തീരുമാനിക്കുക. ഇപ്പോൾ ഇടുക്കി ദേവികുളത്ത് മാത്രമാണ് ഒരു സർക്കാരിന്റെ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ളത്. 36ഓളം പേരെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിലുള്ള ക്യാമ്പുകൾ തുറക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. ഏതാണ്ട് 126ഓളം വീടുകൾ സംസ്ഥാനത്ത് ഭാഗികമായോ പൂർണ്ണമായോ തകർന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വലിയ മഴയ്ക്കും അതോടൊപ്പമുള്ള ഒരു പ്രശ്നങ്ങൾക്കും ഒക്കെയുള്ള സാധ്യതയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി പ്രജിത്ത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.